നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. മക്കളെ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട കാര്യങ്ങൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതത് സന്ദർഭങ്ങളിൽ എന്താണോ പ്രവർത്തിപ്പിക്കേണ്ടത് അത് ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കുന്നവരാണ് ഭാരതത്തിലെ അമ്മമാർ. അതിനു വേണ്ടിയിട്ട് യുദ്ധം വേണ്ടി വന്നാൽ അതും ചെയ്യാനായിട്ട് അമ്മമാർ ആവശ്യപ്പെടും. അതിനുവേണ്ടിയുള്ള പരിശീലനം കൊടുത്തിട്ടുമുണ്ടാകും. അതാണ് ഭാരതത്തിൻ്റെ ഈ നിലനിൽപ്പ്, അഖണ്ഡമായ അനസ്യൂതമായ നിലനിൽപ്പിനാസ്പദം. അതാണ് ആ വലിയ വംശം, നമ്മുടെ ചന്ദ്രവംശം. ആ ചന്ദ്രവംശത്തിൻ്റെ വേറൊരു പേരാണ്, അതിൽ കുരു എന്നു പേരായ പ്രഗത്ഭനായ രാജാവ് ജീവിച്ചിരുന്നതുകൊണ്ട് കുരുവംശം എന്നു പേര്. പൂരു എന്നു പേരായിട്ട് പ്രഗത്ഭനായ മഹാത്യാഗിയായ രാജാവ് ജീവിച്ചിരുന്നതുകൊണ്ട് പൂരുവംശം എന്നും പൗരവവംശമെന്നും അതിന് പേര്. ഇങ്ങനെ അനേകം പേരുകൾ ഈ കുരുവംശത്തിനുണ്ട്. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഈ രാജവംശം കഥം ന രാജവംശോയം നശ്യേത് പ്രാപ്യസുതാൻ മമ, എൻ്റെ മക്കളിൽ എത്തിച്ചേർന്നതിന് ശേഷം ഈ രാജവംശം നശിച്ചു പോകരുത്. അത് എൻ്റെ മക്കളിൽ മാത്രമല്ല, എൻ്റെ മാത്രം മക്കളല്ലല്ലോ നിങ്ങൾ. പാണ്ഡവരീതി, പാണ്ഡുവിൻ്റെയും മക്കളാണ് നിങ്ങൾ. എൻ്റെയും പാണ്ഡുവിൻ്റെയും തലമുറയിൽ മക്കളിൽ എത്തിച്ചേർന്നതിന് ശേഷം ഈ രാജവംശം നഷ്ടപ്പെട്ടു പോകരുത്. തസ്മാത് ഉദ്ധർഷണം കൃതം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത്. യുദ്ധത്തിൻ്റെ പരിണതി എന്താണ് എന്ന് ആർക്കും ആദ്യമേ പ്രവചിക്കാൻ പറ്റൂല. അത്ര പ്രധാനപ്പെട്ടതായ കാര്യമാകൊണ്ട് ആ ഒരു വലിയ വിഷമസന്ധിയെയും അഭിമുഖീകരിക്കുവാൻ ആ അമ്മ മക്കളോട് ആവശ്യപ്പെട്ടു. അല്ലയോ മക്കളെ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് രാജാമാതാവായിട്ട് ഹസ്തിനാപുരത്ത് വാഴാനല്ല, എനിക്ക് എൻ്റേതായ ധർമ്മം അനുഷ്ഠിക്കണം. അമ്മയെന്നുള്ള നിലയിൽ പാണ്ഡുവിൻ്റെ അടുത്ത തലമുറയെ കർമ്മമണ്ഡലത്തിലൂടെ ചരിപ്പിക്കേണ്ട ചുമതല ഞാൻ അന്ന് ചെയ്തു, ഇന്നും ചെയ്യുന്നു, ഇനിയും ഞാൻ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം പൂർണ്ണമായി കഴിഞ്ഞു. നിങ്ങൾ ഈ ഭാരതത്തിൻ്റെ അധിനായകന്മാരാണ്. യുധിഷ്ഠിരനാണ് ഭാരതത്തിൻ്റെ ചക്രവർത്തി. നിങ്ങളുടെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണ്, ഈ ധർമ്മം സുരക്ഷിതമാണ്, ഈ വംശം സുരക്ഷിതമാണ്. അതിലെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഒരിക്കലും ധർമ്മത്തിൻ്റെ പന്ഥാവിൽ നിന്ന് വ്യതിചലിച്ചു പോകില്ല എന്നുള്ളതും എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും കാലത്തെ ആ അനുഭവ സമ്പത്ത് കൊണ്ട് എനിക്ക് നന്നായി അറിയാം. എനിക്കിനി ഇവിടെ ഈ ഹസ്തിനാപുരത്ത് നിന്ന് ചെയ്യാൻ പ്രത്യേകിച്ച് ചുമതലകളില്ല. പക്ഷേ എന്നെ വലിയൊരു ചുമതല കാത്തിരിക്കുന്നു. ആ ചുമതല ഞാൻ നിർവഹിക്കുക തന്നെ വേണം. അതിലേക്കാണ് ഞാൻ പുറപ്പെടുന്നത് എന്നറിഞ്ഞുകൊള്ളുക. അപ്പോഴാണല്ലോ നിങ്ങൾ പറഞ്ഞത് ഈ കൊട്ടാരത്തിൽ വസിക്കണം, രാജസുഖങ്ങളെല്ലാം അനുഭവിക്കണം. അമ്മ ഇത്രയും കാലം ക്ലേശം അനുഭവിച്ചതാണ്. ഞങ്ങൾക്ക് ജന്മം തന്നതുപോലും കാട്ടിൽ വെച്ചാണ്. പിന്നെ കാട്ടിൽ നിന്ന് ഇവിടെ വന്നു, വീണ്ടും അരക്കില്ലത്തിൽ നിന്നിട്ട് കാട്ടിൽ വളരെ ഏറെക്കാലം കഷ്ടപ്പെട്ടു. തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിയെങ്കിലും അതും അധിക നാൾ നിലനിന്നില്ല. വീണ്ടും ഞങ്ങൾ കാട്ടിലും അമ്മ വിതുരഗൃഹത്തിലും. ഞങ്ങൾ കാട്ടിലാണ്, ഞങ്ങളെ കാണാൻ നിവൃത്തിയില്ല എന്നുള്ള 13 വർഷത്തേക്ക്, 12 വർഷം കാട്ടിലും 1 വർഷം അജ്ഞാതവാസകാലത്തും 13 വർഷത്തേക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ദുഃഖത്തിൻ്റെ നടുവിലായിരുന്നു അമ്മ. ഇങ്ങനെയൊക്കെ അമ്മ ക്ലേശിച്ചു. ഇനി ഞങ്ങളോടൊപ്പം സുഖമായി അമ്മ ഇവിടെ കഴിയണം എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. കുഞ്ഞുങ്ങളെ, ഈ രാജകീയ സുഖങ്ങളെല്ലാം
ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് കൂടുതലായിട്ടൊന്നും അതിൽ നേടാനില്ല. ഭുക്തം രാജ്യഫലം പുത്ര ഭർത്തുർമേ വിപുലം പുരാ പണ്ടേ തന്നെ എൻ്റെ ഭർത്താവ് ചക്രവർത്തിയായിരുന്നു. ഈ ഹസ്തനാപുരത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഈ നാട് മുഴുവൻ വാണു. അദ്ദേഹം എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ദിഗ്വിജയം ചെയ്തു. എല്ലാ നാട്ടിൽ നിന്നിട്ടും രാജാക്കന്മാർ കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് ഹസ്തനാപുരത്ത് വന്നതെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു. ഭർത്താവ് അത് മുഴുവൻ തൻ്റെ ഗുരുജനങ്ങളുടെ മുന്നിൽ, ജ്യേഷ്ഠൻ്റെ മുന്നിൽ, പിതാമഹൻ്റെ മുന്നിൽ സമർപ്പിച്ചു. അങ്ങനെ ചക്രവർത്തിയായിട്ട് അദ്ദേഹം വാഴുന്ന അവസരത്തിൽ വിപുലമായ രാജ്യഫലത്തെ, പരിധിയില്ലാത്തതായ രാജകീയമായ സുഖങ്ങളെ, ചക്രവർത്തിനി പദത്തെ, അല്ലയോ കുഞ്ഞുങ്ങളെ, ഞാൻ അനുഭവിച്ചതാണ്. അതിൽ കൂടുതൽ ഇനി എന്ത് പുതുതായിട്ട് അനുഭവിക്കാനിരിക്കുന്നു? അങ്ങനെ ചക്രവർത്തിനിയായിട്ട് ആ പദവിയിൽ ഇരിക്കുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത്? ദാനങ്ങൾ ചെയ്യണം. അത് ഞാൻ ചെയ്തു. മഹാദാനാനി ദത്താനി, വലിയ വലിയ ദാനങ്ങൾ, അർഹതപ്പെട്ട പാത്രങ്ങൾക്ക്, സൽപാത്രങ്ങൾക്ക്, പരിധിയില്ലാത്ത സമ്പത്തും പരിധിയില്ലാത്തതായ ഗ്രാമനഗരാദികളും ഒക്കെ, പശുക്കളും ഒക്കെ ഞാൻ ദാനം ചെയ്തു. ഇനി എനിക്ക് പുതുതായിട്ട് ദാനാദികൾ ചെയ്യാനായിട്ടുമില്ല. എന്ന് മാത്രമല്ല, പീതസോമോ യഥാവിധി, വിധിപ്രകാരം ഞാൻ സോമപാനവും ചെയ്തിട്ടുണ്ട് ധാരാളം. സോമയാഗങ്ങൾ യാഗങ്ങളുടെ കൂട്ടത്തിൽ വച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ളതാണ് അഗ്നിഷ്ടോമം. അതിരാത്രം, വാജപേയം തുടങ്ങി അനേകം സോമയാഗങ്ങളുണ്ട്. അശ്വമേധം, രാജസൂയം, അങ്ങനെയൊക്കെ പോകുന്നു അതിൻ്റെ നാമധേയങ്ങൾ. വേദങ്ങളിലും വേദങ്ങളുടെ ഭാഗമായി വരുന്നതായ ഗ്രന്ഥങ്ങളിലും ഇതെല്ലാം നമുക്ക് വിപുലമായി കാണാൻ കഴിയും. അതെല്ലാം ഇന്നും നിർവഹിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ അതിരാത്രവും അഗ്നിഷ്ടോമവുമെല്ലാം പലവരും നടന്നത് നമ്മളിലധികം പേര് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു. അങ്ങനെയുള്ള അനേകം യാഗങ്ങൾ പാണ്ഡു ചെയ്തു. ആ യാഗകർമ്മങ്ങൾക്ക് ഇടയ്ക്കുള്ളതായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേവന്മാർക്ക് സോമലതയുടെ നീര് വിധിപ്രകാരം സമർപ്പിക്കുക എന്നുള്ളത്. ആ സോമ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം അത് ഈ യജമാനനും യജമാനപത്നിക്കും അതേപോലുള്ള ആളുകൾക്കും അത് വിതരണം ചെയ്യും. ഞാൻ യഥായോഗ്യം സോമപാനവും ചെയ്തിട്ടുണ്ട് വിധിപ്രകാരം ധാരാളം തവണ. അതിനൊന്നിനും യാതൊരു കുറവും വന്നിട്ടില്ല. ഇനി എന്താണ് പുതുതായിട്ട് ഞാൻ ചെയ്യേണ്ടത്? ആ അമ്മ ചോദിക്കുകയാണ്. ഇനി പുതുതായിട്ട് എനിക്കൊന്നും ഇനി നേടാനായിട്ടില്ല. നാഹം ആത്മഫലാർത്ഥം വൈ വാസുദേവം അചൂചുതം. ഞാൻ വാസുദേവനെ ഇങ്ങനെയെല്ലാം പറഞ്ഞ് അയച്ചത്, വാസുദേവനെയും പ്രേരിപ്പിച്ചത് അർജുനൻ്റെ തേരിലിരുന്നിട്ട് ഈ പാണ്ഡവ സേനയെ അങ്ങ് തന്നെ നയിക്കണം വിജയത്തിലേക്ക് എന്ന് ഞാൻ കൃഷ്ണനെ പ്രേരിപ്പിച്ചത് കുന്തിയുടെ തന്നെ ജ്യേഷ്ഠൻ, കുന്തിയുടെ തന്നെ അനുജൻ, സഹോദരനാണ് വസുദേവര്. വസുദേവരുടെ പുത്രനാണ് ഈ വാസുദേവൻ. വാസുദേവനെ ഞാൻ പ്രേരിപ്പിച്ചത് എനിക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള സുഖസൗകര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. ഞാനന്ന് വിതുളാവാക്യമെല്ലാം കൃഷ്ണനോട് പറഞ്ഞയച്ചു. അതൊന്നും ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി പറഞ്ഞതല്ല. പിന്നെയോ ഞാനിതെല്ലാം ചെയ്തത് ധർമ്മത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് എന്നല്ലയോ മഹാരാജാവേ യുധിഷ്ഠിര അങ്ങ് അറിഞ്ഞുകൊള്ളണം. ധർമ്മത്തിൻ്റെ പരിപാലനത്തിന് അതല്ലാതെ മാർഗമില്ല. എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്കൊന്നും അതിൽ നിന്ന് നേടാനില്ല. നാഹം രാജ്യഫലം പുത്രാഹ കാമയെ പുത്രനിർജിതം. എൻ്റെ മക്കൾ വീരന്മാരാണ്, മഹാപരാക്രമികളാണ്. അവർക്ക് തുല്യരായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല.
അങ്ങനെ പുത്രന്മാർ ജയിച്ച് നേടി തരുന്നതായിട്ടുള്ള രാജ്യഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാഹം കാമയെ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. പിന്നെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? പതിലോകാനഹം പുണ്യാൻ കാമയെ തപസാ വിഭോ. അല്ലയോ മഹാരാജാവേ, എൻ്റെ ഭർത്താവിൻ്റെ പവിത്രമായിരിക്കുന്ന പുണ്യമായിരിക്കുന്ന ലോകങ്ങൾ, അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നേടിയതായ ലോകങ്ങൾ, ആ ലോകങ്ങളിലേക്ക് ചെന്നു ചേരാൻ, ആ ലോകങ്ങളിലെ ആ മണ്ഡലത്തിൽ ഭർത്താവിനോടൊപ്പം കഴിയാൻ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ കൊണ്ട് ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്യിച്ചു, അവരെല്ലാം എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. വംശത്തിന് അഭിവൃദ്ധികരമായി അവർ പ്രവർത്തിച്ചു കൊള്ളും, എനിക്കുറപ്പുണ്ട്. എനിക്ക് രാജ്യസുഖങ്ങൾ വേണ്ട, പിന്നെയോ ഭർത്തൃലോകമാണ് എനിക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ തപസ് ചെയ്യും. തപസാ വിഭോ, തപസ്സുകൊണ്ടാണ് ആ പവിത്രമായിരിക്കുന്ന ഭർത്തൃലോകത്തിൽ താൻ എത്തിച്ചേരുക. അതിനുള്ള കഠിന തപസ് ഞാൻ അനുഷ്ഠിക്കണം. അതിനുവേണ്ടി ഞാൻ പുറപ്പെടുകയാണ്. അതിനുള്ളതായ നല്ലൊരവസരം ഇതാ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടി എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ധൃതരാഷ്ട്രനും അതേപോലെ തന്നെ ഗാന്ധാരി എനിക്ക് അച്ഛനും അമ്മയുമാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് എനിക്കും അച്ഛനും അമ്മയുമാണ്. അവർ രണ്ടുപേരും കൂടി തപസ് ചെയ്യുവാനുള്ള നല്ല അവസരം എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ഞാൻ അവരോടൊപ്പം, അവരെവിടെയാണോ വസിക്കുന്നത് അവിടേക്ക് പോവുകയായി. ശുശ്രയോ കൃത്വ ശുശ്രൂഷം വനവാസിനോ. വനത്തിൽ വസിക്കുന്നവരായ, തപസ്സുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവരായ എൻ്റെ ശുശ്രുവിൻ്റെയും ശുശ്രുവിൻ്റെയും ശുശ്രൂഷ ചെയ്തുകൊണ്ട്, എൻ്റെ ശുശ്രൻ അമ്മായിയച്ഛൻ, ഭർത്താവിൻ്റെ പിതാവ്, ശുശ്രു അമ്മായിയമ്മ, ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ഭർത്താവിൻ്റെ ജ്യേഷ്ഠത്തെയും, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയുമാണ്, എനിക്ക് ശുശ്രുവും ശുശ്രനുമാണ്. അവരുടെ രണ്ടുപേരുടെയും ശുശ്രൂഷ, വിശേഷിച്ചും അവർ വനത്തിൽ വസിക്കുകയാണ്. ശുശ്രൂഷ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. കൊട്ടാരത്തിലുള്ളതായ സുഖസൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം ജീവിതം വളരെയേറെ ക്ലേശകരമാണ്. അതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ അത്രയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ആളുണ്ടാകണം. അങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ തപോമയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തപസ ശോഷയിഷ്യാമി യുധിഷ്ഠിര കളേബരം. അല്ലയോ യുധിഷ്ഠിര, ഈ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്നുള്ളതായ ആ തപസ്സിനാൽ ഞാൻ എൻ്റെ ഈ കളേബരത്തെ ശോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ പതിലോകത്തിൽ, പുണ്യമയമായ പതിലോകത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഏറ്റവും വലിയ തപസ് ഏതെന്നറിയോ? മാതാപിതാക്കളുടെ ശുശ്രൂഷയാണ്. താൻ ചെയ്യേണ്ടതായ കർത്തവ്യത്തെ വളരെ ഭംഗിയായി നിറവേറ്റലാണ് ഏറ്റവും വലിയ തപസ്. നമ്മളത് നേരത്തെ കേട്ടു. ധർമ്മവ്യാധനെ കൊണ്ട് വ്യാസഭഗവാൻ പറയിക്കുന്നത് നമ്മൾ കേട്ടു. ധർമ്മവ്യാധൻ്റെ സമീപത്ത് ഒരു തപസ്വിയായ ബ്രാഹ്മണൻ പഠിക്കാൻ ചെന്നത്, ആ സന്ദർഭം നമ്മൾ കേട്ടതാണ്. ഒരു വീട്ടമ്മയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആ വീട്ടമ്മയുടെ തപോബലം കണ്ടിട്ട് ആ ബ്രാഹ്മണൻ, തപസ്വിയായ ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു പോയി. ആ വീട്ടമ്മയോട് ചോദിച്ചു, കാട്ടിനുള്ളിൽ നടന്നതായ സംഭവം. ഒരു ബഗം ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കാഷ്ടിച്ചു. അദ്ദേഹം നേരെ ആ ബഗത്തിനെ, കൊക്കിനെ നോക്കി ബഗം കത്തിക്കരിഞ്ഞു പോയി. ഇത് കാട്ടിൽ നടന്ന സംഭവമാണ്. അവിടെ നിന്നിട്ട് ബഹുദൂരം സഞ്ചരിച്ച് നാട്ടിൽ ഭിക്ഷയെടുക്കാൻ വന്നതാണ് അദ്ദേഹം. ഒരു വീട്ടിൽ നിന്ന് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ ആ അമ്മ അവിടെ വീട്ടിൽ അവിടെ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്പനേരം ഇരിക്കാൻ പറഞ്ഞു. ആ ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് ഭിക്ഷയുമായി വന്നു. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം നോക്കി അവരെ. അപ്പോഴേക്കും അവർ നല്ല കാര്യം പറഞ്ഞു, എൻ്റെ കർത്തവ്യങ്ങൾ പൂർണ്ണമാക്കാതെ എനിക്ക് വരാൻ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ നല്ല വാക്കൊക്കെ പറഞ്ഞിട്ടും
ബ്രാഹ്മണൻ വിട്ടില്ല. കാരണം തനിക്ക് നല്ല തപോബലം ഉണ്ടല്ലോ, കൊക്ക് തൻ്റെ നോട്ടം കൊണ്ട് കരിഞ്ഞു പോയില്ലേ, ഈ ഒരു അഹന്തയാണുള്ളിൽ. അപ്പോഴേക്കും ആ അമ്മ ചോദിച്ചു, എന്താ എന്നെ കൊക്കെന്ന് വിചാരിച്ചോ എന്ന്. അത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി, അന്തം വിട്ടുപോയി. ഇതെങ്ങനെ അറിഞ്ഞു? കാട്ടിനുള്ളിൽ നടന്ന സംഭവം ലോകത്ത് വേറെ ആർക്കും അറിയില്ല. അപ്പോഴാണ് ആ അമ്മ പറഞ്ഞത്, മിഥിലാപുരിയിൽ ചെല്ലുക, അവിടെ ഒരു ഇറച്ചി വെട്ടുകാരനുണ്ട്, ധർമ്മവ്യാധൻ എന്ന് എല്ലാ പേരും പറയും, അദ്ദേഹം അതിനുള്ള കാരണം പറഞ്ഞു തരും, അങ്ങക്ക് ഭാവിയിൽ ശ്രേയസ്സുണ്ടാകാനുള്ള മാർഗവും പറഞ്ഞു തരും. ഇത് കേട്ടപ്പോൾ പിന്നെ ആ അമ്മയുടെ തപോബലം നേരിട്ട് മനസ്സിലായതുകൊണ്ട് അഹന്ത നശിച്ച ആ ബ്രാഹ്മണൻ അങ്ങ് ചെന്നു ആ ഇറച്ചി വെട്ടുകാരനെ അന്വേഷിച്ചിട്ട്, ധർമ്മവ്യാധനെ. അയാളുടെ കടയിൽ ചെന്നു. അപ്പോൾ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ തന്നെ ഇദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ചു. എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയാണ് യഥായോഗ്യം സ്വീകാര സൽക്കാരങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഈ ജോലി കണ്ടിട്ട് അങ്ങ് കോപിക്കരുത്, പിതൃപൈതാമഹമായി ചെയ്തു വരുന്ന തൊഴിലാണ്, ലോകത്തിന് വേണ്ടി ഞാനത് ചെയ്യുന്നു. എൻ്റെ തപസ് എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കലാണ്. അങ്ങനെ അത് ഭംഗിയായി വിട്ടുവീഴ്ച കൂടാതെ ഞാൻ ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങ് കണ്ട ആ വീട്ടിലെ അമ്മയുണ്ടല്ലോ, ആ അമ്മയും അങ്ങനെയാണ്, ആ കുടുംബിനെയും അങ്ങനെയാണ്. അച്ഛനമ്മമാരുടെ ശുശ്രൂഷ വിട്ടുവീഴ്ച കൂടാതെ ചെയ്യും. അതുകൊണ്ടാണ് അങ്ങയുടെ മുന്നിൽ വരാൻ അല്പം താമസിച്ചത്. അതാണ് അവരുടെ തപസ്സിൻ്റെ ബലം. അതുകൊണ്ടാണ് അവർക്ക് കാട്ടിൽ നടന്ന സംഭവം അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം പ്രത്യക്ഷമാണ്. എൻ്റെ അച്ഛനമ്മമാരുടെ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു, അതാണ് എൻ്റെ തപോബലം. അതുകൊണ്ട് വേദങ്ങളെല്ലാം എനിക്ക് ഹൃദയസ്ഥമാണ്. തുടർന്ന് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സന്ദേശം അതേ പ്രകാരത്തിൽ ഈ ധർമ്മവ്യാധൻ ആ ബ്രാഹ്മണനെ പഠിപ്പിക്കുന്നതും മഹാഭാരതത്തിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അങ്ങനെ ആ ധർമ്മവ്യാധൻ വെറും വ്യാധൻ ധർമ്മവ്യാധനായി തീർന്നത്, ബ്രഹ്മസ്വരൂപനായി തീർന്നത്, മഹാബ്രാഹ്മണനായി തീർന്നത്. ആ വ്യാധൻ മഹാബ്രാഹ്മണനാണ്. മഹാബ്രാഹ്മണനായി തീർന്നത് അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക എന്നുള്ള പവിത്ര കർമ്മത്താലാണ്. അതാണ് തപസ്. തപസ്സിൻ്റെ മണ്ഡലങ്ങൾ അനേകമാണ്. അത് ധർമാചരണവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അവരവരുടെ ധർമ്മം അത് വേണ്ടുന്നതായ സന്ദർഭത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ഭംഗിയായിട്ട് തികഞ്ഞ മനസ്സാന്നിധ്യത്തോടുകൂടി അർപ്പണബോധത്തോടുകൂടിയിട്ട് നിർവഹിക്കുന്നതാണ് തപസ്. വേദങ്ങൾ അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കും.